കട്ട് വർക്ക് സാരീസ് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് സാരീസ് ആണ്. അതും വളരെ സോഫ്റ്റ് കളർ പാലറ്റിൽ സോഫ്റ്റ് ഡിസൈൻസിലുമാണ് സാരി വന്നിരിക്കുന്നത്. സൂപ്പർ നെറ്റ് കോട്ട, സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിൽ നല്ലൊരു സോബർ ആൻഡ് വളരെ സോഫ്റ്റ് കളർ പാലറ്റിൽ ഫ്ലോറൽ ഡിസൈൻസും അതിൽ ഹണികോം പാറ്റേണിലുമാണ് കട്ട് വർക്ക് ഡിസൈൻസ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡും അപ്പുറം ലോവറും ബോർഡറും വരുന്നുണ്ട്. പല്ലു കംപ്ലീറ്റ് ആ ഒരു കട്ട് വർക്ക് പാറ്റേണിൽ തന്നെ വന്നിട്ട് ആ ഒരു കോമ്പിനേഷനിലും അതേ ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയുള്ള മോട്ടീവ്സ് ആണ് ത്രൂ ഔട്ട് ദ ബോഡിയിലും വരുന്ന സാരിക്ക്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സിൽക്കി കോട്ട ഫാബ്രിക്കിൽ നല്ല പാറ്റേണിലാണ് ആ ഒരു കട്ട് വർക്ക് ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് വരിക. സാരി നമ്മൾ ഡ്രീപ്പ് ചെയ്യുമ്പോഴും ആ ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും ഫുൾ ആ ഒരു വർക്ക് വരിക. ചെസ്റ്റ് പോർഷനും ബോഡി കംപ്ലീറ്റ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും മോട്ടീവ്സ് വരുന്നത്. നല്ലൊരു പീച്ച്, ബേബി പിങ്ക് ആ ഒരു കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇനി ഞാൻ ക്ലോസറിൽ കാണിക്കാം. ഈ ഒരു പാറ്റേണിലാണ് നല്ലൊരു പീച്ച് ആൻഡ് ഡാർക്ക് പിങ്കിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോർഡറിൽ വരുമ്പോൾ അതിൽ അതേ ടോണിൽ തന്നെയായിരിക്കും, ബോഡി കളറിൽ തന്നെയുള്ള ഹണികോം പാറ്റേണിലാണ് കട്ട് വർക്ക് വന്നിട്ട് ആ ഒരു സ്കാലപ്പ് ഫിനിഷിലായിരിക്കും സാരിയുടെ എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. ബോഡിയിൽ വരുമ്പോൾ മോട്ടീവ്സ് ഈ ഒരു ഡ്യുവൽ കോമ്പിനേഷനിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ പീച്ച് ആണെങ്കിൽ മറ്റേ ഡിസൈൻ വരുന്നത് ഡാർക്ക് പിങ്കിൽ തന്നെയായിരിക്കും. ഫുൾ സാരി സെയിം പാറ്റേൺ, മുന്താണിയെല്ലാം സെയിം ഡിസൈനിൽ തന്നെ വരുന്നത്. റണ്ണിങ് ബ്ലൗസ്, ബോഡിയിൽ വരുന്ന അതേ ആ ഒരു ഫ്ലോറൽ ത്രെഡ് വൂവൻ പാറ്റേണിൽ തന്നെ പീച്ച് ആൻഡ് ഡാർക്ക് പിങ്കിൽ ഫുൾ ത്രെഡ് എംബ്രോയിഡറിയിൽ നല്ല സഫീഷ്യൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കും 1 മീറ്റർ ലെങ്ത്തിൽ ബ്ലൗസ് വരുന്നത്. സെക്കൻഡ് ഡിസൈനാണ് വരുന്നത്. വളരെ സ്ലൈറ്റ് വേരിയേഷൻ ഉള്ള ഓരോ ഡിസൈൻസ് തമ്മിലുണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു ലുക്ക് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. വളരെ മൈന്യൂട്ട് ഡിഫറൻസ് ആണ്. ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. കട്ട് വർക്ക് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഫാബ്രിക് സെയിം, കളർ പാലറ്റ് സെയിം തന്നെ. ഇതിൽ വരുമ്പോൾ ഡിസൈനെ ഞാൻ ക്ലോസർ കാണിക്കാം. പീച്ച് ആൻഡ് പിങ്ക് തന്നെ കേട്ടോ ഫ്ലോറൽ ഡിസൈൻസിന്റെ കോമ്പിനേഷൻ വരുന്നതും ഈ ഒരു പാറ്റേണിൽ ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബോഡിയിൽ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. സിൽക്കി കോട്ട തന്നെ ഫാബ്രിക് വരെ. കട്ട് വർക്കിന്റെ ആ ഒരു ബോർഡർ വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. പീച്ച് ആൻഡ് ഡാർക്ക് പിങ്കിൽ ആ ഹണികോം പാറ്റേണിൽ സ്കാലപ്പ് ഫിനിഷിൽ തന്നെയായിരിക്കും ബോർഡർ വരുന്നത്. സെയിം സ്റ്റൈൽ ബോഡിയിൽ വരുന്ന അതേ ആ ഒരു ഫ്ലോറൽ പാറ്റേണിന്റെ അതേ ഡിസൈനിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഫുൾ ത്രെഡ് എംബ്രോയിഡറിയിൽ ആ ഒരു ഫ്ലോറൽ പാറ്റേണിലായിരിക്കും വിത്ത് ബ്ലൗസ്. തേർഡ് ഡിസൈനാണ് വരുന്നത്. ഇതും വളരെ സ്ലൈറ്റ് വേരിയേഷൻ ഉള്ളൂ കേട്ടോ ഡിസൈനിൽ. ഇതിന്റെ ബോഡിയിൽ മോട്ടീവ്സ് വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. ഒരു സ്റ്റാർ ഫ്ലവറിന്റെ എല്ലാം ആ ഒരു പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. മോട്ടീവ്സ് ബോർഡർ പീച്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ കട്ട് വർക്കിൽ തന്നെ സ്കാലപ്പ് ഫിനിഷിൽ തന്നെ ആയിരിക്കും ബോർഡർ വരുന്നത്. ആ ബോഡിയിലെ മോട്ടീവ്സിന് മാത്രമേ ചെറിയൊരു ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി എല്ലാം സെയിം. മുന്താണി ഫുൾ വർക്കിൽ തന്നെ ആയിരിക്കും വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. ബഗൽപൂരി ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ത്രെഡ് വർക്ക് ആണ്. ഒരു വൂവൺ സ്റ്റൈലിലായിരിക്കും സാരിയുടെ അപ്പറും ലോവറും ബോർഡർ വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ രാമ ഗ്രീൻ ആണ്. ഒരു പീകോക്ക് ഗ്രീനും രാമ ഗ്രീനും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ആ ഒരു ത്രെഡ് വൂവൺ സ്റ്റൈലിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു പാറ്റേൺ ആയിരിക്കും. സെന്റർ പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് അപ്പറും ലോവറും നമ്മൾ ഈ ടൈപ്പ് സാരീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റീസ്റ്റോക്കിൽ വന്നതാണ് സാരീസ്. ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ഒരു ത്രെഡ് വ്യൂ വരുന്നത്. പ്രിന്റ് അല്ല കേട്ടോ. ഞാൻ ആ വർക്കിന്റെ ബാക്ക് സൈഡ് കാണിക്കാം. ഈ ഒരു പാറ്റേണിൽ ത്രെഡ് വീവിലാണ് സാരിയിൽ വരുന്നത്. അതിലൊരു ഗോൾഡൻ ബുട്ടി വർക്കും വരുന്നുണ്ടാവും. സെന്ററിൽ വരുമ്പോൾ ഒരു ഗോൾഡൻ ബുട്ടി വർക്ക് വന്നിട്ട് ആ രാമ ഗ്രീനിൽ അപ്പറും ലോവറും ആ ഒരു ത്രെഡ് വൂവൻ പാറ്റേൺ വന്നിട്ട് പല്ലു വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്താണിയിൽ വരികയാണ്. ഫ്ലോറൽ വീവിലാണ്, ത്രെഡ് വീവിലായിരിക്കും വിത്ത് ബ്ലൗസ്. ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗും വരുന്നുണ്ട് കേട്ടോ. സാരിയുടെ ആ ഒരു ബ്ലൗസിന്റെ എഡ്ജിൽ വരുമ്പം ഈ ഒരു പാറ്റേണിൽ വന്നിട്ട് ഫുൾ ആ ഒരു ത്രെഡ് വീവിലായിരിക്കും റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു പാരറ്റ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. ഇതിലും ഒരു പാരറ്റ് ഗ്രീൻ ബ്ലൗസ് ഒക്കെ ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വർക്കിന്റെ ബ്ലൗസ് ആയിരിക്കും കുറച്ചും കൂടി വളരെ ഒരു ഹൈലൈറ്റ് വരും സാരിക്ക്. അതെല്ലാം വളരെ സോഫ്റ്റ് ആൻഡ് സട്ടൽ ആയിട്ടാണെങ്കിൽ ഇതിന്റെ കൂടി റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ഫുൾ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിൽ തന്നെ ത്രെഡ് വീവിൽ തന്നെ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. ഇത് പാരഗ്രീനിൽ അതേ ഫ്ലോറൽ പാറ്റേണിൽ തന്നെ ആയിരിക്കും. രണ്ട് സൈഡിലും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് മിഡിൽ ഏരിയ വരുമ്പോൾ പ്ലെയിൻ ആയിരിക്കും എല്ലാ സാരീസും. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്താണിയിൽ വരുന്നുണ്ട്. ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ മെറൂൺ ആണ് ഒരു കോമ്പിനേഷൻ വരുന്നത്. മെറൂണിലും അതേ സ്റ്റൈലിൽ തന്നെ വുവൺ പാറ്റേണിൽ തന്നെ ആയിരിക്കും. ഡബിൾ സൈഡ് ബോർഡർ, മിഡിൽ ഏരിയ വരുമ്പോൾ എല്ലാ സാരീസും പ്ലെയിൻ തന്നെയാണ് വരുന്നത്. ബഗൽപൂരി ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. സെയിം സ്റ്റൈൽ പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ഓക്സ്ഫോർഡ് ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ത്രെഡ് വുവൺ സ്റ്റൈലെല്ലാം സെയിം പാറ്റേൺ. പല്ലു, ബ്ലൗസ്. ബ്ലൗസ് ആണ് ബ്ലൗസ് വരും.
ബ്ലാക്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ. ബ്ലാക്കിലാണ് ആ ഒരു വുവൺ പാറ്റേൺ വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ഓരോ സാരിയുടെയും ആ ഒരു മിഡിൽ വരുമ്പോൾ ഒരു ഗോൾഡൻ ജെറി ത്രെഡ് കൂടി വരുന്നുണ്ട് കേട്ടോ. സെയിം സ്റ്റൈൽ. എന്താണ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക് സെയിം തന്നെ വരുന്നത്. ബഗൽപുരി ലിനൻ തന്നെയാണ് സാരിയുടെ ഫാബ്രിക്. ഫുൾ ബോഡി ജാംദാനി വുവൺ പാറ്റേണിലാണ് സാരി വരുന്നത്. അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ബോഡി വരുന്നത് ഈ ഒരു സ്റ്റൈലായിരിക്കും. ആ ഒരു ജാംദാനിയിലുള്ള ബുട്ടി വർക്കാണ് ബോഡി കംപ്ലീറ്റ് വന്നിട്ട്. അതേ ടോണിൽ തന്നെയായിരിക്കും രണ്ട് സൈഡിലും ബോർഡറും വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ്. മുന്താണി വരുമ്പം നല്ലൊരു മൾട്ടി കളർ പാലറ്റിൽ കോൺട്രാസ്റ്റ് ആയിട്ടായിരിക്കും സാരിയിൽ ആ ഒരു ജാംദാനി വുവൺ പല്ലു വരുന്നത്. ബോഡി ഈ ഒരു പാറ്റേൺ ആട്ടോ. ആ ഒരു സെൽഫ് കളറും ഗോൾഡനും ഈ രണ്ട് ത്രെഡിലായിരിക്കും ജാംദാനി വുവൺ മോട്ടീവ്സ് വരുന്നത്. ബോഡിയിൽ ഗോൾഡൻ ത്രെഡ് വുവൺ പാറ്റേണും വരുന്നുണ്ട്. ഐവറി ക്രീമിൽ തന്നെയുള്ള വുവൺ മോട്ടീവ്സ് വരുന്നുണ്ട്. ഐവറി ക്രീമിൽ തന്നെയായിരിക്കും ജാംദാനി വുവൺ സ്റ്റൈലിൽ നല്ല പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. മുന്താണി പീച്ച് ആൻഡ് പിങ്ക് ഗ്രീൻ ഈ 3 കളർ ടോണിലായിരിക്കും. സാരിയുടെ പല്ലുവിൽ ആ ഒരു ത്രെഡ് വുവൺ സ്റ്റൈലിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. സെയിം സ്റ്റൈൽ ബോർഡർ. ബ്ലൗസ് വരുമ്പോഴും കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതായിരിക്കും ആ ഒരു ലുക്ക് വരുന്നത്. നമ്മൾ ഉടുക്കുമ്പോൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും സാരിക്ക്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ആ ബോർഡർ ഡീറ്റെയിലിങ്ങിന്റെ അതേ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഡാർക്ക് പിങ്കിലാണ് ജാംദാനി വുവൺ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ആ ഒരു ബുട്ടി വർക്കിലും വിത്ത് ബോർഡർ ആയിട്ടായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെ. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. വുവൺ പാറ്റേൺസ് എല്ലാം സെയിം തന്നെ. ജാംദാനി വുവൺ മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരിക. ആ ഒരു ഐവറി ക്രീം ആൻഡ് ഗോൾഡൻ ബുട്ടി വർക്ക്, ഡബിൾ സൈഡ് ജാംദാനി ബോർഡർ. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ പല്ലു വരുന്നത് കേട്ടോ. ഒരു റസ്റ്റിക് ഓറഞ്ച് ആൻഡ് യെല്ലോ ഗ്രീൻ, പാരറ്റ് ഗ്രീൻ ഈ 3 കളർ ടോണിലായിരിക്കും വരുന്നത്. ഗ്രീൻ ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. ഒരു ഓറഞ്ച് ബ്ലൗസ് ആൻഡ് റസ്റ്റിക് ടോൺ. ഈ ഒരു ബ്ലൗസ് എല്ലാം നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. അതല്ല സെൽഫ് കളറിലെ ബ്ലൗസ് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം വിത്ത് റണ്ണിങ് ബ്ലൗസ്. ലാസ്റ്റ് സാരി കേട്ടോ. കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ സീ ഗ്രീൻ ആൻഡ് സീ ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഐവറി ക്രീം തന്നെയായിരിക്കും സാരിയുടെ ഒരു ബോഡി കളർ വരുന്നത്. അതിൽ ഫുൾ ആ ഒരു ജാംദാനി ബുട്ടി വർക്ക് വന്നിട്ട് പല്ലു വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. അക്വ ബ്ലൂ ആൻഡ് അക്വ ഗ്രീൻ, പാരറ്റ് ഗ്രീൻ. ഒരു പൗഡർ ബ്ലൂ ആണ്. പൗഡർ ബ്ലൂ, അക്വ ബ്ലൂ ആൻഡ് പാരറ്റ് ഗ്രീൻ ഈ ഒരു കോമ്പിനേഷനിലാണ് ബോഡിയിൽ ആ ഒരു ജാംദാനി വുവൺ സ്റ്റൈൽ വരുന്നത്. ഫുൾ ത്രെഡ് വീവ് ആട്ടോ. ഇതായിരിക്കും ആ ഒരു വർക്കിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ബ്ലൂവിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്.